ആർട്ടിക്കിൾ വന്ന സമയത്ത് അമ്മയെ വിളിച്ച് റിലേറ്റീവ്സിനോട് പറഞ്ഞൊക്കെ എൻ്റെ മൈൻഡിൽ ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്നതാണ്. അപ്പം അത് വിറ്റ് തൊലച്ചു. ഇപ്പൊ വീണ്ടും നടക്കുന്നുണ്ട് എന്തൊക്കെയായിട്ട്. പ്രീമാജിക്കിന് ഒരുപാട് ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് ഓരോ ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലിയർ 100 മില്യൺ ARRലേക്കുള്ള പാത്ത് വളരെ ക്ലിയർ ആണ്. ആൾക്കാർ എന്നെ കണ്ടിരുന്നത് ഒരു പഠിപ്പിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ്. വീട്ടിലും നാട്ടിലും ഒക്കെ എന്നെ കണ്ടിരുന്നത്. പിന്നീട് ഫോർ സം റീസൺ എനിക്ക് പഠിത്തത്തിൽ താല്പര്യം പോയി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ കൂടുതൽ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. 2022 ഞങ്ങൾക്ക് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റി ജൈറ്റെക്സിൽ. ഓർഗനൈസേഴ്സ് ഇംപ്രസ്ഡ് ആയി. 2023 ആയപ്പോൾ മീഡിയ പാർട്ട്ണറായി. 2024 നമുക്ക് കോൺട്രാക്ട് കിട്ടി. അതെനിക്ക് ആസ് എ ഫൗണ്ടർ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. താങ്ക്സ് ടു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഞാൻ പറഞ്ഞില്ല, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പവലിയൻ വഴിയാണ് അവിടെ എത്തിക്കിട്ടുന്നത്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്നും. കാര്യം പ്രൊഡക്റ്റ് യുണീക്കാണ്, യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല വിദേശത്ത് പോലും വമ്പൻ ഇവന്റുകളുടെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് പ്രീമാജിക്. ദുബായിൽ നടന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെക് സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ജൈടെക്സ് ഗ്ലോബലിന്റെ ഔദ്യോഗിക ഫോട്ടോ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ എന്ന സ്ഥാനവും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ കരാറും നേടിയ പ്രീമാജിക്കിന്റെ CEO അനൂപ് മോഹനാണ് ധനം സ്റ്റാർട്ടപ്പ് കഥയിൽ ഇന്ന് അതിഥി. കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുള്ള കമ്പനിയാണ് പ്രീമാജിക്. ഇവന്റ് ഫുള്ളായ പ്രീമാജിക്കിന്റെ സ്റ്റാർട്ടപ്പ് കഥ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ അനൂപ് മോഹൻ. നമസ്കാരം. ഈ പ്രീമാജിക്കിന്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മുടെ ഓഡിയൻസിന് പറയണം എന്നില്ല, അതേക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? എന്താണ് പ്രീമാജിക് ചെയ്യുന്നത്? ആൾക്കാർക്ക് അവരുടെ ഫോട്ടോ വളരെ അനായാസം പ്രീമാജിക്കോട് കിട്ടും. അതാണ് ഞങ്ങളുടെ ഒരു കോർ ഫീച്ചർ. കാര്യം ഫേസ് റെക്കഗ്നീഷൻ AI ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ ഫോട്ടോസ്, ആ ഇവന്റിൽ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസിൽ നിന്നും നിങ്ങളുടെ ഫേസിലുള്ള ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് അതൊരു ഓൺലൈൻ ഗാലറി ആയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലോട്ട് അയച്ചു തരും. അപ്പൊ ആ ഫോട്ടോ കാണുന്നതിന്റെ കൂടെ തന്നെ ഞങ്ങളൊരു കോണ്ടന്റും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചാറ്റ് GPTയിലൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതുപോലെയുള്ള ഒരു ജനറേറ്റഡ് കോണ്ടന്റ് പ്ലസ് #ടാഗ് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് അത് ഷെയർ ചെയ്യാനായിട്ടും പ്രോപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെക്നിക്കലി നിങ്ങളുടെ ഇവന്റിലുള്ള ഫോട്ടോസിൽ നിന്നും അതിപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തതായിരിക്കാം, മറ്റുള്ള ആൾക്കാർ എടുത്ത് നോക്കിയായിരിക്കാം, അതും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻലി ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് ആണ്. അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് ഇതാണ്, ഇത് കോണ്ടന്റ് ഇതാണ്, ഷെയർ ബട്ടൺ അത്ര എളുപ്പത്തിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഷെയർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങളത് എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്യും. അപ്പം ഒരു ഇവന്റിന്റെ പോസ്റ്റ് ഇവന്റ് എൻഗേജ്മെന്റിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യം യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, പങ്കെടുത്ത ആൾക്കാർ തന്നെ ആ ഇവന്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ടെക്നിക്കലി വി കൺവേർട്ട് ആൻ ഇവന്റ് അറ്റൻഡി ഇൻ ടു ആൻ ഇവന്റ് മാർക്കറ്റർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ. അതാണ് പ്രൈമറിലി പ്രീമാജിക് വഴി സോൾവ് ആവുന്നത് ഇപ്പോൾ ഒരു ഇവന്റിൽ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്, അതേക്കുറിച്ചൊന്ന് പറയാമോ? 2016 എൻ്റെ വിവാഹത്തിന് സ്വാഭാവികമായിട്ടും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും ഫോട്ടോസ് കിട്ടാൻ വന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും അതിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് വഴിതിരിച്ചത്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് എനിക്കൊരു കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഹാർഡ് ഡിസ്ക് വീട്ടിലോട്ട് വരുന്നത്. അതിൽ ഏകദേശം ഒരു 10,000-ന് മേളിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു 300 ഫോട്ടോ സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അത്രയും പിക്ചേഴ്സിൽ നിന്നും 300 ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ആൽബം കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു പെയിൻ പോയിന്റ് അന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ അതുമൂലം ഈ ആൽബം കിട്ടുന്നത് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ റിലേറ്റീവ്സിനൊന്നും കൃത്യമായിട്ട് ഫോട്ടോസ് കിട്ടിയിരുന്നില്ല. അത് എന്നോട് തന്നെ ചോദിച്ചിരുന്നു, ഫോട്ടോസ് എവിടെ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ആ സമയത്ത് 2016 ഞാൻ നോട്ട് ചെയ്തിരുന്നു. പിന്നീട് 2018 ഞാൻ എൻ്റെ ഒരു കോമൺ ഫ്രണ്ടും എൻ്റെ ഇപ്പോഴത്തെ കോഫൗണ്ടേഴ്സിനെയും മീറ്റ് ചെയ്തു. അപ്പൊ അവർക്കും ഇങ്ങനെയുള്ള ഒരു കോമൺ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ മാത്രമല്ല, ഞാൻ എൻ്റെ 2 സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഞാനും ഐഡിയാസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 1-2 ഐഡിയാസ് ഉണ്ടായിരുന്നു. അത് എല്ലാം ഞങ്ങൾ മാർക്കറ്റ് സർവേ നടത്തി ഈ ഒരു ആശയത്തിനാണ് കുറച്ചും കൂടി മാർക്കറ്റ് വാലിഡേഷൻ കിട്ടിയത്. അങ്ങനെ ഒരു എക്സ്പെരിമെന്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് 2018. ആദ്യം തുടങ്ങുമ്പോൾ ഇതൊരു ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എളുപ്പത്തിൽ ക്ലയൻസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുക, ക്ലയൻസിന് എളുപ്പത്തിൽ അതൊരു പെട്ടെന്ന് തന്നെ മൊബൈലിൽ തന്നെ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പറ്റുക, തിരിച്ച് ഫോട്ടോഗ്രാഫർക്ക് അയക്കുക, ആൽബം പെട്ടെന്ന് എത്തുക. അങ്ങനെ ഒരു വളരെ
ചെറിയൊരു കോൺസെപ്റ്റ് മാത്രം അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് 2018 ലാസ്റ്റ് അല്ലെങ്കിൽ 2019 ബിഗിനിങ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രീമാജിക് ലോഞ്ച് ചെയ്തത്. വിവാഹ ഫോട്ടോകളിലായിരുന്നു തുടക്കം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ ഇത് ഇവന്റിനായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാനൊരു തോന്നൽ വന്നത്? ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ടൂളായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്ത് ഞങ്ങളത് ഒരു വർഷം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെഡിങ് ഫോട്ടോഗ്രാഫി കമ്പനീസ് എല്ലാം ഇത് വാങ്ങിച്ചു തുടങ്ങി. പിന്നീടാണ് പെട്ടെന്ന് കോവിഡ് വരുന്നത് 2020. അപ്പം സ്വാഭാവികമായിട്ടും ഇവന്റ്സുകളെല്ലാം നിന്നു, വെഡിങ്സ് ഇല്ലാതെയായി, ഫോട്ടോഗ്രാഫേഴ്സിന് വർക്കില്ല. അപ്പം ഞങ്ങൾക്കും ആ ഒരു ഇഷ്യൂ തുടക്കത്തിലുണ്ടായിരുന്നു. ലക്കിലി ഞങ്ങളത് അന്ന് ബൂട്ട് സ്ട്രാപ്പ് മോഡലായിരുന്നു, ഫണ്ടിങ് ഒന്നും എടുത്തിരുന്നില്ല, എക്സ്പെൻസസ് കുറവായിരുന്നു. ഞാൻ മാത്രമേ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തിരുന്നുള്ളൂ, മറ്റു രണ്ടുപേരും പാർട്ട് ടൈം ആയിരുന്നു. കാര്യം ഞങ്ങൾ അന്ന് എടുത്തൊരു കോഷ്യസ് ഡിസിഷൻ, ഇതൊരു എന്താ പറയുക ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഫണ്ടിങ് എടുക്കുകയുള്ളൂ, എല്ലാവരും ഫുൾ ടൈം ജോയിൻ ചെയ്യുന്നുള്ള ഡിസിഷൻസ് നേരത്തെ എടുത്തിരുന്നു. അപ്പം പറഞ്ഞു വന്നത്, കോവിഡ് സമയത്ത് ഞങ്ങൾ ഒരുവിധം കുറേ സ്റ്റാർട്ടപ്സുകളെല്ലാം ആ സമയത്ത് നിർത്തേണ്ടി വന്നു, പല ഇഷ്യൂസ് കാരണം. ഞങ്ങളത് പ്രൊഡക്റ്റീവ്ലി യൂസ് ചെയ്തു. ഞങ്ങൾ കൂടുതലും ഒരു റിസർച്ചിന് വേണ്ടി ആ സമയം ഉപയോഗിച്ച്, ആ ടൈമിലാണ് ഈ AI ഫേസ് റെക്കഗ്നിഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫോട്ടോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി അത് വർക്ക് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ അപ്പം തന്നെ ഞങ്ങൾ വീണ്ടും ഈ ഒരു ഫീച്ചറോട് കൂടിയിട്ടാണ് റീലോഞ്ച് ചെയ്തത്. അപ്പം വെഡിങ്സിലൊക്കെ അത് ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരുന്നു. കാര്യം ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നു, എല്ലാ ആൾക്കാർക്കും അവരവരുടെ ഫോട്ടോസ് കിട്ടുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ ഈ 2021 ടൈമിൽ മറ്റുമാണ് സ്വാഭാവികമായിട്ടും എക്സ്പാൻഷൻ നടത്തണമല്ലോ. കാര്യം അപ്പോഴത്തേക്കും ഒരുപാട് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഇത് യൂസ് ചെയ്ത് തുടങ്ങി, കേരളത്തിൽ മാത്രമല്ല മൊത്തം ഇന്ത്യയിൽ. അപ്പം സ്വാഭാവികമായിട്ടും മറ്റ് ഇവന്റ്സിൽ നിന്നും റിക്വസ്റ്റുകൾ വന്നു തുടങ്ങി കോർപ്പറേറ്റ് ഇവന്റ്സിലോട്ട്. മാത്രം ഞങ്ങൾക്ക് എക്സ്പാൻഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ കോർപ്പറേറ്റ് ഇവന്റ്സിൽ കൂടുതൽ ഡിമാൻഡ് വന്നു തുടങ്ങി. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ സൈഡിൽ ചെറിയൊരു ചേൺ എന്ന് പറയും. കാര്യം റെക്കറിങ് ആയിട്ട് ആൾക്കാർ വാങ്ങിക്കുന്ന പ്രവണത കുറഞ്ഞു തുടങ്ങി. അത് കോവിഡിൻ്റെതായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. മാർക്കറ്റിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഒരു നാച്ചുറൽ എവല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വെഡിങ് ഫോട്ടോഗ്രാഫി ടൂളിൽ നിന്നും ഇവന്റിലോട്ട് കാൽ വയ്ക്കുന്നത്. അതെ. ഇപ്പൊ പ്രീമാജിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കമ്പനിയായി ഫോം ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. പ്രീമാജിക് ശരിക്കും എൻ്റെ 4ാമത്തെ സ്റ്റാർട്ടപ്പ് ആണ്. മുന്നേ ഒരുപാട് 3 സ്റ്റാർട്ടപ്സ് ചെയ്തിരുന്നു. അപ്പം കമ്പനി ഫോം ചെയ്യലല്ല ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമുക്കൊരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം, ഐഡിയ വാലിഡേഷൻ ചെയ്യണം, അത് ചെയ്യാനായിട്ടുള്ള കോഫൗണ്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെയും ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ പ്രീമാജിക്കിന്റെ കേസിൽ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഐഡിയ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം പഴയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവര് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇൻവെസ്റ്റ്മെന്റ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. പക്ഷെ ആദ്യം വിചാരിച്ച ഐഡിയ അല്ല പിന്നീട് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഐ മീൻ പ്രീമാജിക്ക് മുന്നേ ഒരു ചെറിയ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് വാലിഡേഷൻ സ്റ്റേജിൽ തന്നെ ഫെയിലായി. പക്ഷെ പ്രീമാജിക്കിന്റെ മാർക്കറ്റ് സർവേ പോസിറ്റീവ് ആയിരുന്നു. അത് വെച്ച് ഞാൻ കോഫൗണ്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവരും കൺവിൻസ്ഡ് ആയി. ഞങ്ങൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു MVP മിനിമം വയബിൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. എന്നിട്ട് അത് ഞങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റി. ഇപ്പം MVP ലെവലിൽ തന്നെ ഞങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റി. അപ്പോഴൊക്കെയാണ് ശരിക്കും കമ്പനിയുടെ റിലവൻസ് ഉള്ളൂ, അപ്പോഴേ തുടങ്ങേണ്ടതുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങി. അപ്പോൾ കേരള ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. തീർച്ചയായിട്ടും അതെ. എനിക്ക് 2 കോഫൗണ്ടേഴ്സ് ഉണ്ട്, മെവിൻ പിന്നെ ആനന്ദ്. മെവിൻ തൃശ്ശൂർ നിന്നാണ്, എൻ്റെ സ്വദേശം തൃശ്ശൂർ നിന്നാണ്. പിന്നെ ആനന്ദ് കോഴിക്കോട് നിന്നാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും പരിചയപ്പെടുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ഞാനും ഒന്നും അവിടെ തന്നെയായിരുന്നു. അപ്പം കോഫൗണ്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഐഡിയ പറയണേക്കാളും ബെറ്റർ ആണ് നമ്മളതിനെ ഒരു വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് പറയുമ്പോൾ. ഓക്കെ, എനിക്കത് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ കോഫൗണ്ടേഴ്സ് ആയിട്ടുള്ള മെവിൻ, ആനന്ദ് അന്നേ കൺവിൻസ്ഡ് ആയിരുന്നു എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആൻസർ.
ഇപ്പൊ പ്രീ മാജിക് ആയിട്ട് വന്നതിന് ശേഷം ആദ്യം അവതരിപ്പിച്ചൊരു ഇവന്റ് ഏതായിരുന്നു? ഏത് ഇവന്റിലാണ് ആദ്യം പ്രീ മാജിക്കിനെ നമ്മൾ കൊണ്ടുവന്നത്? കോർപ്പറേറ്റ് ഇവന്റ് സെക്ഷനിലേക്ക് കടന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ജൈടെക്സിലാണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് ദുബായിൽ ഇത് അവതരിപ്പിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് കണക്ട്സ്, ഇപ്പം സോഹൻ റോയ് സർ, പുള്ളിക്കാരൻ്റെ മകളുടെ വെഡിങ് ഉണ്ടായിരുന്നു 2022. അത് ബുർജ് ഖലീഫയിലായിരുന്നു അതിൽ വൺ ഓഫ് ദി ഇവന്റ് ഉണ്ടായിരുന്നത്. അവിടെ പിന്നെ അത് പ്രോപ്പർലി ഞങ്ങൾ വീണ്ടും കിട്ടിയ ഫീഡ്ബാക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവിടെ റീലോഞ്ച് ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ജൈടെക്സിലാണ് ഞങ്ങൾ ഫസ്റ്റ് 2022 എക്സിബിറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പവലിയൻ വഴിയാണെന്ന് ഞങ്ങൾ അവിടെ പോയത്. കേരളത്തിലല്ല, ആദ്യം തന്നെ തുടക്കം തന്നെ ഒരു ദുബായ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു ലക്കായിട്ട് ഞങ്ങൾ കാണുകയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ കോവിഡിന്റെ സമയത്താണ് ഞങ്ങൾ ഇത് റിസർച്ച് ചെയ്ത് ഒരു പ്രീ മാജിക് 2.0 എന്നുള്ള രീതിയിൽ റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഇവിടെ തന്നെ കുറച്ച് കോർപ്പറേറ്റ് ഇവന്റ്സിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആക്സെപ്റ്റൻസ് കിട്ടി. പക്ഷെ വി വർ നോട്ട് ഷുവർ. പ്രോപ്പർലി ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങൾ എക്സിബിറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്നത് ദുബായിൽ തന്നെയാണ്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ തന്നെ മാർക്കറ്റിംഗിലേക്കും കൊണ്ടുവരാം എന്നുള്ളൊരു ആശയം എങ്ങനെ കിട്ടിയപ്പോഴേക്കും? ഈ നമ്മൾ സാധാരണ കാണുന്ന അവരുടെ ഫോട്ടോസ് കിട്ടും, പക്ഷെ അത് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. അതെങ്ങനെയായിരുന്നു അതിന്റെ? പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് കോൺസ്റ്റന്റ്ലി ഫീഡ്ബാക്ക് എടുത്ത് ആ ഒരു ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, യു ലോഞ്ച് എ പ്രൊഡക്റ്റ്, ഗോട്ട് സം ഫീഡ്ബാക്ക്, വീണ്ടും അത് പ്രൊഡക്റ്റിലേക്ക് ജൈട്രേറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പം വെഡിങ്ങിൽ ഫോട്ടോ കിട്ടിയ ആൾക്കാരെല്ലാം ഹാപ്പി. അവിടെ ആ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അത്ര റിലവൻസ് ഇല്ല, റൈറ്റ്? പക്ഷേ ഈ കോർപ്പറേറ്റ് ഇവന്റ്സിൽ ഞങ്ങൾ ഇങ്ങനെ 1-2 ട്രയൽ നടത്തിയപ്പോഴാണ് അവിടെ നിന്ന് വന്ന ഒരു ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, കാര്യം ഈ ഫോട്ടോസ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വന്നപ്പം അത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുക ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ മുന്നത്തെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഫ്ലെമിംഗോസ് മീഡിയ, ഇറ്റ് വാസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആ സമയത്ത് 2011. അപ്പം അങ്ങനെ ഒരു റിച്ച് മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. പിന്നെ 2015 സ്റ്റാർട്ട് ചെയ്ത തേർഡ് കമ്പനിയുള്ള സ്റ്റൈൽ, അതും ലൈക്ക് മാർക്കറ്റിംഗ് ഗ്രോത്തും ആണ് എൻ്റെ ഒരു കോർ ഡൊമെയിൻ. അപ്പം ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ഫീഡ്ബാക്കും ഈ പ്രൊഡക്റ്റും വന്നപ്പോൾ ആ ഒരു ഓർഗാനിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഇവന്റ് മാർക്കറ്റിംഗ് പരിപാടി കഴിഞ്ഞാലും ഓർഗനൈസർ ഷെയർ ചെയ്യണേക്കാളും ഉപരി പങ്കെടുത്ത ആൾക്കാർ തന്നെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, ഓർഗാനിക് മാർക്കറ്റിംഗ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചർ ഞങ്ങൾക്ക് തുറന്നു കിട്ടുന്നത് അല്ലെങ്കിൽ മനസ്സിലാവുന്നത്. പിന്നെ അതിനുശേഷം കൂടുതലും ഞങ്ങൾ ആ ഒരു ഭാഗത്ത് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം കേരളത്തിൽ നിരവധി ഇവന്റ്സ് ചെയ്തു തോന്നല്ലേ? അതെ. 2022 ഞങ്ങൾ ഇപ്പോൾ ജൈടെക്സിനെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിരുന്നു പല ടൈപ്പ് ഇവന്റ്സിൽ. അപ്പം അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല ഏത് ടൈപ്പ് ഇവന്റ്സിലാണ് ഇതിൽ കൂടുതൽ സാധ്യത എന്നുള്ളത്. അപ്പം വരുന്ന എല്ലാ ഇൻബൗണ്ട് ഇവന്റ്സിലും ഞങ്ങളിത് കൊടുത്തു തുടങ്ങി. ഒരുപാട് ഫീഡ്ബാക്സ് വീണ്ടും കിട്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്തെല്ലാം പ്രൊഡക്റ്റ്, നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് ടീം ഉണ്ട് എഞ്ചിൻ. ഇപ്പം എൻ്റെ കൊഫൗണ്ടേഴ്സ് 2 പേരും കൂടുതലും ടെക്നോളജിയും പ്രൊഡക്റ്റുമാണ്. അപ്പോൾ അവർ കോൺസ്റ്റന്റ്ലി പ്രൊഡക്റ്റ് ബെറ്റർ ആക്കി കൊണ്ടുവന്നു. വാട്സാപ്പിൽ ഇത് എത്തിക്കാം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ വളരെ യുണീക്കായിട്ട് ചെയ്തു. ഒരു മൊബൈൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. യു വിൽ ഗെറ്റ് എ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ ആ രീതിയിൽ. ഇപ്പൊ ജൈടെക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2022 നമ്മൾ വേറെ എക്സിബിറ്റർ ആയിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് അല്ലെ? പിന്നീട് പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്ക് 2023 മീഡിയ പാർട്ട്ണറായി. 2024 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഞങ്ങളുടെ പെയ്ഡ് കസ്റ്റമറായി. അപ്പൊ ആ ഒരു 3 വർഷത്തെ റിലേഷൻഷിപ്പാണ് അവരായിട്ട്. അപ്പം അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കൂടുതലും നമുക്കൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നി അതിനെ ചേസ് ചെയ്യുന്നതാണല്ലോ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ജേർണി അല്ലെങ്കിൽ അതിലത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായത് ബേസിക്കലി 2014 10 years ബാക്ക്. ശരിക്കും സ്റ്റോറി അവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് പറയാം. എൻ്റെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് എനിക്ക് സെല് ചെയ്യാൻ പറ്റി, അക്വിസിഷൻ ആയിരുന്നു. ദുബായ് ബേസ് ചെയ്ത ഒരു കമ്പനിയാണ് അത് അക്വയർ ചെയ്തത്, ഫ്ലെമിംഗോസ് മീഡിയ എന്ന് പറഞ്ഞിട്ട്. അതന്ന് ആ ഒരു ടൈമിംഗ് ആണ്, അല്ലാതെ എൻ്റെ ഒരു വലിയൊരു കഴിവായിട്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ല ക്ലയൻസ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റൽ ഉള്ളതുകൊണ്ട് ആ ഒരു അക്വിസിഷൻ അന്ന് നടന്ന് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ എത്തുന്നത് 2014. അപ്പോൾ അന്ന് ഈ പറഞ്ഞൊരു
ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ് അവിടെ എത്തുന്നത്. അപ്പം അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും ഇന്ത്യക്ക് പുറമെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ദുബായ് ഫസ്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റും അവിടുത്തെ പല കാര്യങ്ങളും ഒരുപാട് ആഗ്രഹം മനസ്സിൽ തോന്നിപ്പിച്ചു. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ തുടക്കം മുതൽ എൻ്റെ ആഗ്രഹം ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അന്ന് മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് ശരിക്കും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയിട്ട് ഇവിടേക്ക് തിരിച്ചു വരണം എന്നുള്ളത്. കാര്യം അന്ന് എനിക്ക് 6 മാസം മാത്രം അവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പൊ അന്ന് ആഗ്രഹം തോന്നി. പിന്നെ 2018-19 പ്രീ മാജിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഈ ഒരു സാധ്യത അന്ന് ഉണ്ടായിരുന്നില്ല. കാര്യം വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കുന്ന ടൂളല്ലേ. പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റ് ഇവോൾവ് ആയി വന്ന് കോവിഡിന്റെ സമയത്ത് ഞങ്ങളത് ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്ന് 2022 തിരിച്ച് പിന്നെ എനിക്ക് ദുബായിൽ ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് തോന്നിയൊരു കാര്യം നടന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഓർഗനൈസേഴ്സിലും എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റി. അവർക്കും ആ ഒരു പാഷൻ മനസ്സിലാക്കാൻ പറ്റി. ഹൗ മച്ച് ദ ഫൗണ്ടേഴ്സ് ആർ പാഷനേറ്റഡ് ടുവേർഡ്സ് പ്രൊഡക്റ്റ്. അപ്പൊ അങ്ങനെ ഓർഗനൈസേഴ്സിന് അന്ന് അത് അവർ ശ്രദ്ധിച്ചു. ആൻഡ് താങ്ക്സ് ടു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഞാൻ പറഞ്ഞില്ല കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പവലിയൻ വഴിയാണ് അവിടെ എത്തിക്കിട്ടുന്നത്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്നും. കാര്യം പ്രൊഡക്റ്റ് യുണീക്കാണ്, യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു. അതിൽ പറയേണ്ട കാര്യം പ്രജീത്, അതുപോലെ അശോക്, നാസിഫ്, അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർഗനൈസേഴ്സ് അന്നേരം ശ്രദ്ധിച്ചു 2022. പിന്നീട് 2023 അടുത്ത വർഷത്തെ ജൈടെക്സിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ അവസരം കിട്ടിയെന്ന് വെച്ചാൽ മീഡിയ പാർട്ണർ ആവാൻ പറ്റുമെന്ന് അവർ ഇങ്ങോട്ടേക്ക് ചോദിച്ചു. സോ വി ആക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ജൈടെക്സ് ആയിട്ട് പാർട്ണർ ചെയ്യുന്ന ആദ്യത്തെ കേരള ബേസ്ഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടി. പിന്നീട് 2024 ആയപ്പോൾ അതൊരു പ്രോപ്പർ കോൺട്രാക്ട്, അതും ജൈടെക്സ് അല്ല, ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ പ്രൊഡക്ട്സ് ആണ്, ജൈടെക്സും അവരുടെ ഇവന്റ്സ് ആണ്. അപ്പൊ ഡയറക്റ്റ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ആയിട്ടാണ് നമുക്കിപ്പം കോൺട്രാക്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തുടർന്ന് പോകാനുള്ള ഒരു കോൺട്രാക്ട് ആണോ അതോ? അതെ തീർച്ചയായിട്ടും. അപ്പൊ അതെ അത് ഇപ്പൊ ജൈടെക്സ് മാത്രമല്ല, ഗൾഫ് ഫുഡ്, ജൈടെക്സ് ആഫ്രിക്ക, അങ്ങനെയുള്ള ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് എന്താ പറയാ എൻട്രി ഉണ്ട്. സാധാരണ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ തന്നെ അങ്ങ് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണാറുള്ളത്. പ്രീ മാജിക്കിനെ നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചാ, പെട്ടെന്ന് തന്നെ വിദേശ രാജ്യങ്ങളിലേക്കാണ് കടന്നത്. എനിക്ക് തോന്നുന്നു ദുബായ് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു എന്താ പറയാ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങനെ വരണം എന്നാണോ, എന്താ അവരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാര്യം ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ടെക്നിക്കലി ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരുവിധം ഞാൻ കണ്ടുള്ള ഫൗണ്ടേഴ്സ് ആണെങ്കിലും അതുപോലെ അവർ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും വേൾഡ് ക്ലാസ് ആക്സെപ്റ്റൻസ് കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വാല്യൂ ബേസ്ഡ് സെല്ലിങ് നമുക്ക് നാട്ടിൽ ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കാര്യം സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് സേവ്സ് ടൈം അല്ലേ. നിങ്ങളുടെ ഒരു വലിയൊരു ടാസ്ക് അത് കുറച്ച് തരും, അല്ലെങ്കിൽ സമയം ലാഭിച്ചു തരാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈം സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിനൊരു പ്രൈസിങ് ടാഗ് ഇട്ട് നമുക്ക് ഒരു റൈറ്റ് പ്രൈസിങ് കിട്ടും എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി B2B എന്റർപ്രൈസ് സെഗ്മെന്റിൽ കുറവാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഒരു മൂല്യം തരാനായിട്ട് ഇവിടെയുള്ളവർക്ക് അത്ര മനസ്സില്ല. കാര്യം കൺവീനിയൻസിന് തീർച്ചയായിട്ടും പേയ്മെന്റ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഇത് കാണില്ല. പക്ഷെ ഈവൻ വാല്യൂ ബേസ്ഡ് സെല്ലിങ്ങും ഞാൻ ട്രൈ ചെയ്തിട്ടും ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊന്ന്. രണ്ട്, ഒബ്വിയസ്ലി ഇപ്പൊ എന്റെ 4ാമത്തെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് പുറമെ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം കംഫർട്ട് സോൺ നമ്മൾ അതിലിരിക്കാൻ നോക്കിയില്ല. കാര്യം ഐഡിയ ഇസ് കൈൻഡ് ഓഫ് യുണീക്ക്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഐഡിയനേക്കാൾ ഉപരി ആക്സെപ്റ്റൻസ് ഉണ്ട്, നമുക്ക് നല്ല ട്രാക്ഷൻ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയാ എക്സ്പെരിമെന്റ് ചെയ്യണേക്കാൾ തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കും പുറമേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് അങ്ങ് പോയതാണ്. എല്ലാ കാര്യങ്ങളും ഫേവറിംഗ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ലക്കിലി ട്രാവൽ ചെയ്യാനുള്ള ഒരുപാട് അവസരം ഇതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴിയും മറ്റു പല ഏജൻസി വഴിയും നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പം ഞങ്ങളത് പുറമെ ട്രൈ ഔട്ട് ചെയ്ത് തുടങ്ങി. ആക്സെപ്റ്റൻസും ഫീഡ്ബാക്ക് അനുസരിച്ച് ബെറ്റർ ആക്കാൻ പറ്റി. അങ്ങനെ ആണ് അതിന്റെ ഒരു നാച്ചുറൽ എവല്യൂഷൻ. ഇപ്പൊ പൊതുവെ നോക്കുവാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ സ്റ്റാർട്ടപ്പുകളെ ആണെങ്കിലും ഏത് ബിസിനസിനെ ആണെങ്കിലും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ പ്രതിസന്ധികളും അങ്ങനെ വരും. അപ്പൊ എന്തായിരുന്നു ഒരു കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും കൂടെ നിന്നോ, ഇതെങ്ങനെ മുന്നോട്ട് പോക്കോളൂ? ഇപ്പൊ 4ാമത്തെ സംരംഭമാണെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ സംരംഭവും തുടങ്ങുമ്പോൾ ആരുടെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? എന്താണ് ഇതിന്റെ ഒരു? കോളേജിലുള്ള സമയത്ത് എൻ്റെ ഒരു
എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി സ്കൂളിലെ ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ സ്കൂളിലും ഈ ട്രം കാർഡിന്റെ ബിസിനസ് ഒക്കെ അന്നും ചെയ്തിരുന്നു. ഓക്കെ, അവനാണ് അന്ന് ഒരു സപ്പോർട്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പൊ മൈൻഡിൽ എടുത്ത് പറയാനുള്ളത്. അരുൺ കിഷൻ എന്ന അവന്റെ പേര്. അവനാണ് ഇങ്ങനെ എന്തിനും ഏതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ഫിലിമിൽ പറയില്ലേ വെച്ചാല് വെറുതെ അനാവശ്യമായിട്ട് പ്രോത്സാഹനം അങ്ങനെ വേണമെങ്കിൽ പറയാം. കാര്യം എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് അവനാണ്. ഞാൻ ചില കോളേജിൽ ജോയിൻ ചെയ്ത സമയത്തൊക്കെയും എൻ്റെ ഒരു ആൾക്കാർ എന്നെ കണ്ടിരുന്നത് ഒരു പഠിപ്പിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് വീട്ടിലും നാട്ടിലും ഒക്കെ എന്നെ കണ്ടിരുന്നത്. പിന്നീട് ഫോർ സം റീസൺ എനിക്ക് പഠിത്തത്തിൽ താല്പര്യം പോയി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ കൂടുതൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ട് ചെയ്യണം, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അന്ന് ഇവനായിരുന്നു എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ആണ് കോളേജിൽ നിന്ന് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ കോളേജിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ഉള്ള ഒരാളെന്നുള്ള രീതിയിലാണ് അന്ന് പുറത്തിറങ്ങിയത്. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലൊന്നും അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാര്യം ദേ ഹാഡ് എ ഡിഫറെന്റ് പ്ലാൻ ഫോർ മീ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചാല്, ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്ലേസ്മെന്റും അങ്ങനെയൊക്കെയാണല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം പാരന്റ്സിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രം കേസിലല്ല, മറ്റുള്ളവർക്കും കണ്ടതാണ്. ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റണം, മകൻ എന്താ ചെയ്യുന്നത്, മകൾ എന്താ ചെയ്യുന്നത്. അപ്പൊ അവൻ ഇൻഫോസിസിലാണ്, അല്ലെങ്കിൽ അവൻ ദുബായിലാണ്, US-ലാണ്. ഇത് എന്റെ കാര്യം ചോദിക്കുമ്പോഴൊന്നും അച്ഛനും അമ്മയ്ക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കാണുമല്ലേ, അപ്പം ആർക്കും ഒന്നും അറിയുന്നില്ല ഇതെന്താ ഇവിടെ നടക്കുന്നത്, എന്താ ചെയ്യുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാര്യം നമുക്ക് ആക്സെപ്റ്റൻസ് ഇല്ല. ഒരു പരിധിക്ക് അപ്പുറത്ത് നമുക്കും പറഞ്ഞു നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി പോവാറുണ്ട്. പക്ഷേ ഈ കോളേജിലെ സ്റ്റാർട്ടപ്പ് ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അതിന്റെ ബേസ് ചെയ്തിട്ട് എനിക്ക് വേറൊരു സ്റ്റാർട്ടപ്പിൽ എനിക്ക് ജോലി കിട്ടി. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചു കാലം ജോലി ആയിട്ട്, ഇപ്പം കുറച്ചു കാലം ഇവർക്ക് സമാധാനമായി, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ. ഓക്കെ, അവനൊരു ജോലി ആയി എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് ഇറങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പൊ ദുബായ് ബേസ് ചെയ്തുള്ള കമ്പനി അക്വയർ ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോഴും എനിക്ക് ഇപ്പോഴും മൈൻഡിലുള്ള ഒരു കാര്യം, ഈ അക്വിസിഷൻ നടന്നത് 2014-ലാണ്. അപ്പോ അന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷന് മുന്നേ ഉള്ള എൻറ്റിറ്റി സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജിൽ നടന്നിട്ടുള്ള ഒരു വൺ ഓഫ് ദ സർവീസ് ബേസ്ഡ് അക്വിസിഷൻ ആയിരുന്നു അന്ന്. അപ്പൊ അന്ന് നല്ലൊരു PR കിട്ടിയിരുന്നു അന്ന്. നല്ലൊരു പ്രസ് ആർട്ടിക്കിളൊക്കെ അന്ന് വന്നിട്ട്. അപ്പൊ അന്ന് കമ്പനി മലയാളത്തിൽ എഴുതുമ്പോ അത് നമ്മൾ വിറ്റു എന്നാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ വന്ന സമയത്ത് അമ്മയെ വിളിച്ച് റിലേറ്റീവ്സിനോട് പറഞ്ഞൊക്കെ എന്റെ മൈൻഡിൽ ഓർമ്മയുണ്ട്. എന്ന് വെച്ചാല് അത്യാവശ്യം നല്ല ഇതിൽ പോയിരുന്നതാണ്. അപ്പൊ അത് വിറ്റ് തൊലച്ചു. ഇപ്പൊ വീണ്ടും നടക്കുന്നുണ്ട് എന്തൊക്കെയായിട്ട്. രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് അക്വയർ ചെയ്തപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒന്നും, കിട്ടിയ ഫീഡ്ബാക്കും വേറെയാണ്. അപ്പോ അല്ല, അത് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാനത് യൂസ് ടു ആയി. ഈ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യും, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ പിന്നീട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു മോഡലിലേക്ക് മാറിക്കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തു. പിന്നെയാണ് വീണ്ടും മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അത് ആ ടൈമിലും ഈ കോമൺ ഫ്രണ്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് വരെയും അവൻ ഉണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിൽ അവൻ ഇൻവെസ്റ്റർ ആയിരുന്നു. കാര്യം അവനും ആ സമയത്ത് ജോലിയൊക്കെ കിട്ടി, ആളെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ സ്കൂൾ മേറ്റ്സ് കുറച്ച് പേരും അത് കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരതിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം വീട്ടിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് നമുക്കങ്ങനെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. അതിൽ അവരെ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ സപ്പോർട്ടല്ല, ഞാനൊരു ഇന്റേണൽ മോട്ടിവേഷൻ, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന തിരിച്ചറിവ്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിന് എന്താ സംഭവിച്ചത്? ഞാൻ ഈ 2010-ലാണ് ഇത് തുടങ്ങിയത്. അപ്പം ഓരോ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞപ്പോഴും നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്തത് തുടങ്ങാൻ ട്രൈ ചെയ്തത് അറ്റ്ലീസ്റ്റ്. അപ്പൊ 2010 ഞാൻ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1-man ഷോ ആയിരുന്നു. ഓക്കെ, അതെന്ന് വെച്ചാല്
എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാന്നുള്ളത്. അത് ആ സ്റ്റാർട്ടപ്പ് ഫെയിലർ ആയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. മാത്രമല്ല ഞാനത് കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയത്തും അവിടെ നിന്ന് കൂടുതലും മനസ്സിലാക്കിയത് ആ കമ്പനിയിൽ കോഫൗണ്ടേഴ്സിന്റെ ആ ഒരു കോംപ്ലിമെന്ററി സ്കിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പം കോഫൗണ്ടേഴ്സിനെയാണ് ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്തു. സോ ഫസ്റ്റ് ലെസൺ ലൈക്ക് യു ഷുഡ് ഹാവ് കോഫൗണ്ടേഴ്സ് ടു റിയലി ബിൽഡ് സംതിങ് എക്സൈറ്റിംഗ്. പക്ഷെ ആ കമ്പനി ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പ്രൊഡക്റ്റിന് വേണ്ടി തുടങ്ങിയതാണെങ്കിലും സർവീസിലേക്ക് മാറേണ്ടി വന്നു. ഓക്കെ, അത് ആ ഒരു എന്താ പറയുക റിഗ്രറ്റ്സ് തീർക്കുന്നത് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടാണ്. ഓക്കെ, അപ്പം കോഫൗണ്ടറിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തു. പക്ഷേ ഐഡിയ മാത്രം അത് എൻ്റെ ഒരു പെയിൻ പോയിന്റ് അല്ല, എല്ലാവരുടെയും പെയിൻ പോയിന്റ് ആയിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ. പ്രോപ്പർലി അതൊരു മാർക്കറ്റ് വാലിഡേഷൻ ചെയ്യാതെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ ഒരു സ്റ്റാർട്ടപ്പാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയല്ല ആൾക്കാർക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോഴത്തേക്കും പ്രൊഡക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി, കുറച്ച് സമയം കഴിഞ്ഞു. ഓക്കെ, പിന്നെ ലക്കിലി ഇതേപോലെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ആ കമ്പനിക്ക്. കാര്യം നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, PMF അച്ചീവ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കതൊരു ആ സമയത്ത് ഒരു എക്വയർ ഡീല് വരിക ചെയ്തത്. ഓക്കെ, അതായത് വേറൊരു കമ്പനി ഇതേപോലെ സിമിലർ പ്രൊഡക്റ്റ് വലിയൊരു മോഡലിൽ പ്ലാൻ ചെയ്തപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളും അതൊരു ടീമും വേണമായിരുന്നു. അങ്ങനെ ഒരു എക്വയർ ഡീലാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പിന് സംഭവിച്ചത്. അത് വൂണിക് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള കമ്പനി ആണത് എക്വയർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അന്ന് 8 പേരുണ്ടായിരുന്നു. ഞങ്ങളും പ്രൊഡക്റ്റും ഒരുമിച്ച് അബ്സോർബ് ചെയ്യുക ചെയ്തത്. അവിടെ 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ അപ്പൊ അത് നല്ലൊരു ലേണിംഗ് കർവ് ആയിരുന്നു. കാര്യം സിഇഒനെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യായിരുന്നു. സുജായത്ത് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരൻ ഒരു സമയത്ത് ജെഫ് ബെസോസിനെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആമസോണില്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു ലേണിംഗ് കർവ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പം ഓരോ സ്റ്റാർട്ടപ്പിലും നമുക്ക് ഉണ്ടായ ഫെയിലിയേഴ്സ് റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇതിലേക്ക്. കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിരുന്നു. കാരണം തീർച്ചയായിട്ടും അതെ. കാര്യം ഞാനീ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് തിങ് ടു സോൾവ്. ഫസ്റ്റ് നമുക്കൊരു സ്കേലബിൾ ഐഡിയ, അഗെയിൻ ദാറ്റ്സ് എ വെരി ലീസ്റ്റ് തിങ്. പിന്നെ അതിനെ കറക്റ്റ് വാലിഡേറ്റ് ചെയ്യണം. യു ഷുഡ് ഹാവ് കോഫൗണ്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു MVP ലോഞ്ച് ചെയ്യുക. MVP ലെവലിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ സെയിൽ ഇല്ലെങ്കിലും ഗ്രോത്ത് ഉണ്ടായാൽ മതി. ഇപ്പോൾ യൂസർ അക്വിസിഷൻ, അതൊക്കെ യൂസേഴ്സിനെ നമുക്ക് കൂടുതൽ ആക്കാൻ പറ്റുക. എവിടെയെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫണ്ടിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്കെയിലിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, വെൻ യു ആർ ഇൻ ദ ഫിഗറിംഗ് ഔട്ട് എന്നുള്ള ഒരു സ്റ്റേജിൽ ഒരിക്കലും ഫണ്ട് എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. Because you won't utilize it in the proper manner. You won't wisely use it. Okay, അങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്ത ഒരു സ്ട്രോങ് ഡിസിഷനാണ് ഇത്. എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ സ്റ്റേജ് ആയതിനു ശേഷമേ എൻ്റെ കോഫൗണ്ടേഴ്സിനോട് ഞാൻ ഫുൾ ടൈം വരാൻ പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മുന്നേ ബാക്ക് ചെയ്തിരുന്ന പല ആൾക്കാരും ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ദാറ്റ് ഈസ് ബിക്കോസ് 4ാമത്തെ സ്റ്റാർട്ടപ്പ് ആണ്. അവർക്ക് പലർക്കും 3ാമത്തെ സ്റ്റാർട്ടപ്പ് ചെറിയൊരു എക്സിറ്റ് കിട്ടി, വലുതല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് എടുക്കാറുണ്ട്. അല്ലാതെ ഒരു പ്രോപ്പർ ഫണ്ട് റേസിന് ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യാൻ സ്കെയിൽ ചെയ്യാൻ സമയത്ത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതുവരെ പല സ്ഥലത്തുനിന്നും ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടെന്നാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ കിട്ടിയിരുന്നു അല്ലേ? അതിനെ കുറിച്ച് പറയാം. 2021 ഫസ്റ്റ് പ്രോപ്പർ റൗണ്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. അതില് കൂടുതൽ പേരും എൻ്റെ മുന്നത്തെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തവരും അവരുടെ നെറ്റ്വർക്ക് എന്നുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. അത് US നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നും ആയിട്ടുള്ളത്. ഓക്കെ, 2021 പിന്നെ 2024 കേരള ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ഫണ്ടിങ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 റൗണ്ടാണ് മേജർലി ഞങ്ങൾ റേസ് ചെയ്തത്. നമ്മളൊരു ഫണ്ടിങ് എടുക്കുമ്പോഴേക്കേ നമ്മുടെ ഒരു വാല്യുവേഷൻ ഇത്ര എത്തണം, അങ്ങനത്തെ ഒരു നിബന്ധനകളുണ്ടോ? ഏതൊരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമുക്കത് കിട്ടാനായിട്ട് യോഗ്യത കിട്ടിയത്? പല പാരാമീറ്റേഴ്സ് ഉണ്ട്. വാല്യുവേഷൻ നിർണ്ണയിക്കുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് സൈസ്, ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ, എവിടെ വരെ ഗ്രോ ചെയ്യും, പിന്നെ ഹു ആർ ദ കോഫൗണ്ടേഴ്സ്, ഇത് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും അവർ മുന്നേ അവരുടെ ട്രാക്ക് റെക്കോർഡും ക്രെഡിബിലിറ്റി,
ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ വാല്യുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വാല്യുവേഷൻ അത് അതിനൊരു എന്താ പറയുക, ഒരു ഹാർഡ് കട്ട് മെഷറോ റൂളോ ഒന്നുമില്ല. ദ ഫൗണ്ടർ വിൽ പ്രപ്പോസ് എ വാല്യുവേഷൻ ആൻഡ് ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഫൈൻ. കൂടുതൽ റിസ്ക് ആണ് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച്, ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ് കുറേയൊക്കെ. പുള്ളിക്കാരൻ ആ ഒരു ഗട്ട് ഫീൽഡ് ബിലീവ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആ സമയത്ത്. പിന്നെ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റവന്യൂവിന്റെ 10 times എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇഫ് ദ ആനുവൽ റെക്കറിംഗ് റവന്യൂ ഇസ് ദിസ് മച്ച് 10 times, അങ്ങനെ ഒരു പല പല സ്കെയിലുകളുണ്ട്. അത് കമ്പനി ടു കമ്പനി ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് എത്ര ക്ലയൻസ് ഉണ്ടാവും? നമ്മൾ ഇത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് ഇത് കൂടുതലും ക്ലയൻസ് ഇപ്പോൾ ഉള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. പിന്നെ ഇപ്പോൾ റീസെന്റ് ഞങ്ങൾ യൂറോപ്പിലും US എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുബായിലുള്ള എൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് ആക്സസ് ടു സോ മെനി അതർ റീജിയൻസ്. ഇപ്പം യൂസേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈസ്റ്റേൺ യൂറോപ്പ് എന്നുണ്ട്, പിന്നെ റഷ്യന്ന് യൂസേജ് ഉണ്ട്. ഓക്കെ, അതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഈ ഞങ്ങളൊരു QR കോഡ് പല സ്ഥലങ്ങളിൽ വെക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് പല രാജ്യങ്ങൾ പല ഭാഷകളിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ ഇപ്പോൾ ഹംഗറിയിൽ റീസെന്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാത്തൊരു ഭാഷയിലൊക്കെയാണ് അത് ഷെയർ ചെയ്ത് കാണുന്നത്. പക്ഷേ ഹാഷ്ടാഗിലൂടെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ മെയിൻലി മാർക്കറ്റ് വൈസ് പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, UK, US ഇവിടേക്കാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലും നല്ലൊരു മാർക്കറ്റ് നമുക്കുണ്ട്. ഈ പ്രീമാജിക്കിന്റെ വളർച്ച എത്രത്തോളം ആകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്? കാരണം ഇതൊരു എത്രത്തോളം വളർച്ചാ സാധ്യത ഇതിലുണ്ട്? പ്രീമാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ടൂളായിട്ടാണ് 2019 തൊട്ട് ഒരു 22 വരെ പറയുകയാണെങ്കിൽ phase 1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സിലേക്ക് എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് എടുത്തത്, വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിലോട്ട്. 2023 to 24 ആണ് ശരിക്കും ഈ കോർപ്പറേറ്റ് ഇവന്റ്സിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. റൈറ്റ്, അപ്പം 2023 to 24 നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 300% year-on-year റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ഫണ്ടിങ്ങും ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതിനെ സഹായിച്ചത് മെയിൻലി ഞങ്ങളുടെ ഒരു ഗ്രോ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ, എക്സ്പീരിയൻസ് ഓഫ് ദ ഫൗണ്ടേഴ്സ്, ട്രാക്ക് റെക്കോർഡ്, ക്രെഡിബിലിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ഫണ്ടിങ് ചെയ്തത്. അപ്പം അതുപയോഗിച്ച് ഞങ്ങൾ കൂടുതൽ ഇപ്പം മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ കൂടുതൽ എക്സ്പാൻഷൻ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 2024 എടുക്കുകയാണെങ്കിൽ നിരവധി അച്ചീവ്മെന്റ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെന്നാണ്. പല പുതിയ ഇവന്റ്സിലേക്ക് കടന്ന് ചെല്ലാനൊക്കെ പറ്റി അല്ലേ? അതിനെ കുറിച്ച് എന്ന് പറയാമോ? ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സാധനം? മെമ്മറബിൾ ആയിട്ട് തീർച്ചയായിട്ടും ജൈറ്റെക്സിന്റെ കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2022 ഞങ്ങൾ അവിടെ ഫസ്റ്റ് എക്സിബിറ്റ് ചെയ്തു. ഓർഗനൈസേഴ്സിനെ അന്ന് തന്നെ പരിചയപ്പെടാൻ പറ്റി. അത് കഴിഞ്ഞ് 2023 ആയപ്പം ഞങ്ങൾ അതിന്റെ മീഡിയ പാർട്ണറായി. ജൈറ്റെക്സ് 2023 എല്ലാ പിക്ചേഴ്സും പ്രീമാജിക് വഴിയാണ് അതിൽ ഷെയർ ആയത്. 2024 ആയപ്പോൾ ഞങ്ങളുടെ മറ്റ് ഫീച്ചേഴ്സും കൂടെ ഉപയോഗിച്ച് ഒരു പ്രോപ്പർ കോൺട്രാക്റ്റിലോട്ട് അത് എത്തിക്കാൻ പറ്റി. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഇപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലയന്റ് ആണ്. അപ്പോൾ അവരുടെ മറ്റ് ഇവന്റ്സിലോട്ട് ഇത് യൂസ്ഡ് ആവുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ രാഷ്ട്രപതി ഭവനിൽ ഞങ്ങളുടെ ഒരു ഫീച്ചർ ആയിട്ടുള്ള ഇവന്റ് അസറ്റ്സ് അല്ലെങ്കിൽ ലൈബ്രറി ഫീച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു മോഡ്യൂൾ രാഷ്ട്രപതി ഭവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാസ് ഭൂമിയുടെ SGX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആക്സിലറേറ്റർ പ്രോഗ്രാം ഉണ്ട്. അതിലൊരു 100-ന് മേളിൽ കമ്പനികൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ട് 6 കമ്പനീസിനെ സെലക്ട് ചെയ്തു. അതിൽ 5 കമ്പനീസ് ഗ്രാജുവേറ്റ് ആയി. 4 മാസത്തെ ഒരു റിഗറസ് എക്സിക്യൂഷൻ മോഡൽ പ്രോഗ്രാമാണ്. അതിൽ ഞങ്ങൾ ഗ്രാജുവേറ്റഡ് ആയി സാസ് ഭൂമി SGXൽ നിന്നും. പിന്നെ കേരള ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ഫണ്ടിങ്, അങ്ങനെ എടുത്തു പറയാവുന്ന കുറെ കാര്യങ്ങൾ ഈ 2023-24 കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സംരംഭമാണ് എന്റെ ഒരു വഴി എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചല്ലോ. അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ നിരാശ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കര വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഓണ്ടർപ്രണർ ജേർണി എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. കുറച്ചു കാലം ഭയങ്കര അപ്സ് ആയിരിക്കും, പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഭാഗത്ത് ഡൗൺസ് ഉണ്ടാവും. അപ്പൊ 4ാമത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ മുന്നേ നടന്നുള്ള
പല സ്റ്റാർട്ടപ്സിന്റെയും സക്സസ് സ്റ്റേജിന് മുന്നേ ഉള്ള കാലഘട്ടം എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്റ്റൈലിന്റെ ഒരു ലാസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് എൻ്റെ മൂന്നാമത്തെ സംരംഭമാണ്. അപ്പം അത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തുടങ്ങി, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ഫണ്ടിങ് ഒക്കെ കിട്ടി. പിന്നീടാണ് മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെയല്ല ഇത് വേണ്ടേ എന്നുള്ളത്. പിന്നെ ഫണ്ട് എടുത്തതെല്ലാം കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും ആൾക്കാരുണ്ട്, സാലറി കൊടുക്കണം. അപ്പൊ ആ സമയത്താണ് എൻ്റെ വെഡിങ് വരുന്നുണ്ടായിരുന്നത്. ഒരു 3 മാസം മുന്നേ ആണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതില് ഇപ്പൊ ഞാനത് പറയാൻ വേണമെങ്കിൽ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തീരെ പൈസ ഇല്ലാത്ത സമയം വന്നിട്ട് അക്കൗണ്ടിൽ ഒരു തീരെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ ബാംഗ്ലൂരിലുള്ള ടൈമില്. അപ്പൊ ഒരു സൺഡേ ഞാൻ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ലഞ്ചിന്റെ പൈസ നമുക്ക് സേവ് ചെയ്യാം, റൈറ്റ്? അപ്പൊ എന്റെ കസിൻ സിസ്റ്റർ ഉണ്ട് ബാംഗ്ലൂര്. അപ്പോ അവള് കുറെ നാളെ ഇങ്ങനെ വിളിക്കുന്നത്, നീ ഒരു ദിവസം അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാല് ഇത് സേവ് ചെയ്യാനുള്ള ഒരു തോന്നലിൽ ഞാൻ പുള്ളിക്കാരിനെ വിളിച്ചു. ഓക്കെ, അപ്പൊ എന്നാ നീ ഇന്ന് ഉച്ചയ്ക്ക് പോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചോള്. അവിടെ പറഞ്ഞു, എടാ രാജീവേണ്ട ബർത്ത്ഡേ, നീ ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ട്. അപ്പൊ പിന്നെ അതിനേക്കാളും ഭേദം മറ്റേതാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, എടാ വേറൊരു ഇത് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റിയൽ ആയിട്ട് ഉണ്ടായ കാര്യമാണ് ഇത്. വളരെ ഫണ്ണി ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് വരാറുണ്ട് ഒരുപാട് അതായത് ഫിനാൻഷ്യൽസ് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കംഫർട്ട് ഒന്നും നമുക്ക് കിട്ടില്ല. അത് ഞാൻ ഒരുപാട് അതിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും പിന്നെ ഞാൻ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാനും പോയിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഓൾറെഡി അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റിയാണ്, അവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടെയും ഇങ്ങനെ ഒരു ഫേസും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും അത് ബുദ്ധിമുട്ടിലൂടെ പോവുള്ളൂ. പക്ഷെ ഞാൻ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കും. പിന്നെ ഞാൻ അതിൽ അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ബുദ്ധിമുട്ടുകൾ, അപ്പം ഈ ഐസ്ബർഗിന്റെ ഒരു കേസ് പറഞ്ഞ പോലെയാണ്, 3/4 വേറെ ആരും കാണില്ല. സ്ട്രഗിൾസ് തന്നെയായിരിക്കും. കാര്യം ഓരോ ദിവസവും ചലഞ്ചിങ് ആയിരിക്കും. ഇപ്പൊ പ്രീ മാജിക്കിനെ സംബന്ധിച്ച് വന്നൊരു വെല്ലുവിളി എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ഘട്ടത്തില് സ്റ്റോപ്പായി പോകുന്നൊരവസ്ഥ വന്നിരുന്നോ? പിന്നെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന് തുടങ്ങി 2021 സ്കെയിലിൽ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് ചേൺ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് മുന്നേ വാങ്ങിച്ച ആൾക്കാർ പിന്നീട് വാങ്ങിക്കുന്നില്ല. അപ്പം പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കോവിഡ് വന്നു ആ സമയം, അത് വലിയൊരു ഫാക്ടറാണ്. കോവിഡിന്റെ ടൈമിൽ കംപ്ലീറ്റ്ലി എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ലക്കിലി ഞങ്ങൾക്ക് അധികം എക്സ്പെൻസസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ബൂട്ട് സ്ട്രാപ്പ് മോഡലിലാണ് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് ആ ഒരു കോവിഡ് ടൈം ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. ഞാൻ മാത്രമാണ് ഫുൾ ടൈം ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് സർവൈവ് ചെയ്തു എന്നുള്ള പറയുന്നത് തന്നെ കാര്യം ഇവന്റ് സ്പേസിൽ നിന്നുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആ ഒരു ഘട്ടം കടന്നു കിട്ടി. പിന്നെ ഇത് ഒന്ന് സ്കെയിലായി വന്ന സമയത്താണ് ഈ ഒരു ചേൺ. അപ്പം അത് വലിയൊരു ത്രെറ്റാണ് ബിസിനസ്സിന്. ഒരു റിട്ടൻഷൻ ഇല്ല അങ്ങനെയുള്ളത്. അപ്പൊ പിന്നെ ഞങ്ങൾ നാച്ചുറലി കോർപ്പറേറ്റ് ഇവന്റ്സിലോട്ട് എക്സ്പാൻഷൻ നടത്തി തുടങ്ങി. ഓക്കെ, അപ്പൊ അവിടേക്ക് വരുമ്പോ എന്താ വെച്ചാല് മൊത്തം മുന്നേ ഉണ്ടായിരുന്ന ടീമിൽ നിന്നും ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കണം. ഓക്കെ, മറ്റത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല, ഇവിടെ അത് ചെയ്യും വേണം. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് 2023-24 എന്ന് പറഞ്ഞാൽ 2 കമ്പനി ഓടിക്കേണ്ട എഫേർട്ടായിരുന്നു. കാര്യം വെബ്സൈറ്റ് തൊട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളും 2 എണ്ണത്തിനും ഡിഫറെന്റ് ആണ്. വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിലേക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റേ അല്ല ഞങ്ങൾ കോർപ്പറേറ്റ് ഇവന്റ്സിൽ കൊടുക്കുന്നത്. അപ്പൊ അത് വെഡിങ് സ്യൂട്ട് എന്ന് പറയും, ഇത് കോർപ്പറേറ്റ് സ്യൂട്ട്. അപ്പം ഓരോ ദിവസവും ഹെക്ടിക് ആണ്. അപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഇവിടെ പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു വാല്യൂ, മാർക്കറ്റിന്റെ ഒരു വാല്യൂ എത്ര ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇത് ഗ്ലോബൽ ഇവന്റ് ഇൻഡസ്ട്രീസ് അറ്റ് ലൈക്ക് I think $40 trillion ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതും ഇത് സർവീസ് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ട് നോക്കിയാൽ പോലും ഒരു ക്ലോസ് ടു 150 million എബവ് ഉണ്ട്. അപ്പൊ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന മാർക്കറ്റുകൾ നോക്കിയാൽ തന്നെ അതിൽ ഇമീഡിയറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു മോർ ദാൻ 50 million ഉണ്ട്. അപ്പൊ ഒരു 100 million എത്താനായിട്ടുള്ള ഡെഫിനിറ്റ് എന്താ പറയാ ഒരു കാണുന്നുണ്ട്. ബിയോണ്ട് ദാറ്റ് നമുക്ക് അതിനുള്ള ചിലപ്പം വേറെ എന്തെങ്കിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് മെർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെപ്സിലോട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഒരു 100 million ARR വരെയുള്ള ഒരു ക്ലിയർ പാത്ത് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പൊ നമ്മുടെ സ്വന്തം ടീമായിട്ട് തന്നെ ഓഫീസുകളൊക്കെ ഇട്ട് പുറത്തുണ്ടോ, അതോ ഇവിടുന്ന് തന്നെയാണോ ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത്? ഞങ്ങൾ മോസ്റ്റ്ലി റിമോട്ടാണ്. ഇപ്പം വെഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ ഓഫീസ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പം അത് ഇല്ല. ഇപ്പൊ ഇവിടെ ആകെ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു 3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് ഡൽഹിയിൽ ടീം മെമ്പേഴ്സ് ഉണ്ട്, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, എല്ലാവരും പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓഫീസായിട്ട് അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് ഇല്ല ഇപ്പോൾ നിലവിൽ. ദുബായിൽ എൻറ്റിറ്റി ഉണ്ട്, ദുബായിൽ നമുക്ക് കമ്പനി ഉണ്ട്, പക്ഷെ അവിടെയും ഒരു കോവർക്കിംഗ് സ്പേസ് മാത്രമാണ് നമുക്ക് ഉള്ളത്. ഇപ്പൊ താങ്കളുടെ ഒരു കരിയർ നോക്കുവാണെങ്കിലേ ഇപ്പം 3 സ്റ്റാർട്ടപ്പ് 4ാമത്തേത് എത്തി. അപ്പൊ ഇനി അടുത്തൊരു സ്റ്റാർട്ടപ്പിന് പദ്ധതി ഉണ്ടോ, അതോ പ്രീ മാജിക്കിൽ തന്നെ സ്റ്റക്ക് ആവുകയാണോ? ഇല്ല, ഇത് പ്രീ മാജിക്കിന് ഒരുപാട് ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഓരോ ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ കൂടുതൽ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ക്ലിയർ 100 മില്യൺ ARRലേക്കുള്ള പാത്ത് വളരെ ക്ലിയർ ആണ്. അതിനുള്ള പ്രൂഫ്സ് നമുക്ക് കിട്ടി. there are investors who are ready to back ഇന്ത്യക്ക് പുറമേന്നും. ഓക്കെ, അപ്പൊ അത്രയും പ്രോമിസസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കത് എത്തിയതിനു ശേഷം മാത്രം എന്തെങ്കിലും ഇനി അവിടെ നിന്ന് അപ്പുറത്തേക്ക് നീക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അപ്പം നോക്കാന്നല്ലാതെ ഇപ്പോ വേറെ പദ്ധതികളൊന്നുമില്ല. ഇനി ഒരു ഫണ്ടിങ് എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത ഘട്ട ഫണ്ടിങ്ങിലേക്ക് എത്താറായോ? അല്ല, പ്രീ മാജിക് പോലത്തെ ഒരു കമ്പനിക്ക് പറഞ്ഞ ഒരു റേഞ്ചിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പല സ്റ്റേജിൽ ഫണ്ടിങ് എടുക്കേണ്ടി വരും. കാര്യം ഇപ്പം ലാസ്റ്റ് മന്ത് ഞങ്ങൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരുന്നു, പ്രോഫിറ്റബിൾ ആയിരുന്നു. ഓക്കെ, പക്ഷെ അത് ദാറ്റ്സ് നോട്ട് ഇനഫ്. അങ്ങനെയല്ല അത് വേണ്ടത്. നമുക്കിത് ഗ്രോ ചെയ്യണം അല്ലെ. അപ്പൊ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി വീണ്ടും സെയിൽസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും, മാർക്കറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടേണ്ടി വരും, പ്രൊഡക്റ്റിൽ കുറച്ചും കൂടെ ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം നമുക്ക് ഫണ്ടിങ് ആവശ്യമാണ്. അപ്പൊ അത് ഇനിയിപ്പോൾ കൂടുതലും ഞങ്ങൾ ഈ ഇവന്റ് ടെക്നോളജി കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന VC ഫേംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കൂടുതലും ഞങ്ങൾ ഇനി നോക്കുന്നത്. ഇപ്പോൾ ഫണ്ടിങ് എടുക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കാനായിട്ട് ഒരു 1-2 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ പുതിയ സ്റ്റാർട്ടപ്സുകൾ വരുമ്പോൾ അവർ ഫണ്ടിങ് അധികം പോവില്ല ആദ്യം. അപ്പൊ അത് ഏത് ഘട്ടത്തിലാണ് അവർ പോകേണ്ടത്? ഫസ്റ്റ് സ്റ്റേജ് ഒരിക്കലും ഫണ്ടിങ് അല്ല. നിങ്ങൾക്ക് ഒരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ യു ഷുഡ് ഹാവ്. അത് വാലിഡേറ്റ് ചെയ്യുക, MVP. ഇത് കഴിഞ്ഞ് ഫിഗറിങ് ഔട്ട് സ്റ്റേജ് കഴിഞ്ഞൊരു സ്കെയിലിംഗ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടത്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ഓക്കെ, സ്കെയിലിംഗ് എന്ന് വെച്ചാൽ റവന്യൂ സ്കെയിലിംഗ് മാത്രമല്ല കേട്ടോ. ഇപ്പം യൂസർ ബേസ് ഗ്രോത്ത് അങ്ങനെയുണ്ടല്ലോ. ഇപ്പം ചില സ്റ്റാർട്ടപ്സിന് ഇമീഡിയറ്റ്ലി റവന്യൂ ജനറേഷൻ ആയിരിക്കില്ല, ബട്ട് ദെയർ മെട്രിക് വിൽ ബി ഇത്ര യൂസേഴ്സ് വെച്ച് അല്ലെങ്കിൽ യൂസേജ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. അപ്പൊ അങ്ങനെ ഒരു ആസ് എ ഫൗണ്ടർ യു ഫിഗേർഡ് ഔട്ട്, ഓക്കെ, ഇത് ചെയ്താൽ ഇത് ഇവിടേക്ക് എത്തും എന്നൊരു സിറ്റുവേഷനിലാണ് ശരിക്കും ഫണ്ടിങ് എടുക്കേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ പൈസ എടുക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇഫ് ദ ഇൻവെസ്റ്റർ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് യു ആസ് എ ഫൗണ്ടർ, തിങ്സ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കാര്യം ഫണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഒരു ട്രെഡ്മില്ലിൽ കയറിയ പോലെയാണ്. യു ഹാവ് ടു കീപ് റണ്ണിങ്. കാര്യം ഫണ്ട് ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ ദെൻ ദ സൈക്കിൾ വിൽ റിപ്പീറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളൊരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ വെക്കാനൊന്നും പറ്റില്ല. അത് വി ഹാവ് ടു ലൈക്ക് ഇൻവെസ്റ്റ് ഇൻ ദ പ്രോഡക്റ്റ്, ഇൻവെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്, ഇൻവെസ്റ്റ് ഇൻ ദ സെയിൽസ് ടീം. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് നിങ്ങൾ റേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഫണ്ട് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നിങ്ങളായിട്ട് കംഫർട്ടബിൾ ആവുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. എനിക്ക് വളരെ ഡെസ്പറേറ്റ് സിറ്റുവേഷൻസിൽ പോലും നോ പറയേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പ്രീ മാജിക്കിൽ. ഐ മീൻ കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് റെഡി ആയി വരുന്ന സമയത്ത് പൈസക്ക് ഒരുപാട് ആവശ്യമുള്ള സമയമാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് വന്ന ഒരു പ്രപ്പോസൽ ഞങ്ങൾക്ക് റിജക്ട് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഈ പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാനും കുറച്ച് കാര്യങ്ങൾ അവർ ചോദിച്ച കാര്യങ്ങളിൽ ഞാൻ ക്ലിയർ അല്ലായിരുന്നു. സോ ട്രാൻസ്പെറൻസി അന്ന് അത് എനിക്ക് തോന്നിയില്ല. എനിക്കും ആ ഒരു കംപ്ലീറ്റ്ലി ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ അന്ന് തോന്നിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിൽ എന്തെങ്കിലും രീതിയിൽ അത് ഫണ്ട് കിട്ടിയെടുക്കുക എന്നുള്ളൊരു അപ്രോച്ച് നല്ലതല്ല എന്ന് ഞാൻ പറയാം. ബട്ട് ബേസിക് തമ്പ് റൂൾ ഇസ് ദാറ്റ് ഇഫ് സമ്മൺ ഈസ് ഓഫറിംഗ് യു ആൻ ഇൻവെസ്റ്റ്മെന്റ് യു ടേക്ക് ഇറ്റ് എന്നാണ് പൊതുവെ പറയാ. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഇൻവെസ്റ്ററുടെ സൈഡിൽ നിന്ന് പൈസ വാങ്ങിക്കുക. ആൻഡ് ആ ഇൻവെസ്റ്റർ ഈ പ്രോഡക്റ്റിന്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനും കൂടെ ഹെൽപ്പ് ആവണം. ജസ്റ്റ് ഒരു പൈസ തന്ന് ഒരു സൈലന്റ് ഇൻവെസ്റ്റർ ആവണേക്കാളും എപ്പോഴും ബെറ്റർ ആണ് അവരൊരു അടുത്ത ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിലെ പ്രമുഖ ഇവന്റ്സ് ഏതൊക്കെയായിരുന്നു പറയാനാണെങ്കിൽ? കേരളത്തില് ഒന്ന് ധനത്തിന്റെ മാഗസിൻ, ധനത്തിന്റെ ഇവന്റിൽ ഉണ്ടായിരുന്നു. പിന്നെ KTX എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് ഒരു മേജർ ഇവന്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഇവന്റ് ഉണ്ട്. അതെല്ലാ വർഷവും പ്രീ മാജിക് ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോസ് എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്.
പിന്നെ ടൈക്കോൺ എന്ന് പറഞ്ഞ മേജർ ഇവന്റ്, പിന്നെ വിമൻ എന്റർപ്രണർഷിപ്പ് സമ്മിറ്റ്, ബെന്നിന്റെ ഇവന്റ്. അതെ ഒരുപാടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ഇപ്പൊ പല രാജ്യങ്ങളും നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോ അത് വളരെ ഈസി ആണോ? കാരണം ഇപ്പം ഒരിക്കലും അല്ല. കാര്യം ഇത് ട്രാവലിംഗ് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ഹെക്റ്റിക് ആണ്. പല ടൈം സോണിൽ വരുമ്പോൾ നമുക്ക് ടീമിനെ അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഈ നമുക്ക് എന്താ പറയുക, ഇവന്റ്സിലല്ലേ നമ്മൾ പോകുന്നത്, അപ്പൊ അത് ടേക്സ് എ ലോട്ട് ഓഫ് യുവർ എനർജി. കാര്യം നമ്മൾ ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ ഡേ നിൽക്കണം, ഒരുപാട് പേരോട് ഇന്ററാക്ട് ചെയ്യണം, സംസാരിക്കണം. പിന്നെ ഇവരൊക്കെ വീണ്ടും നമ്മൾ പിറ്റേ ദിവസം റീച്ച് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവർ മറന്നു പോകും, റൈറ്റ്? അപ്പോൾ ഇതിനൊക്കെ പുറമെ നമ്മൾ ടീമിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ബാക്ക് ആൻഡ് ഫോർത്ത്. അത് ഭയങ്കര ഹെക്റ്റിക് ആണ് ഇത്രയും സ്ഥലത്ത് പോകുന്നത്. പക്ഷെ എത്ര നാള് ഒരു എന്താ പറയാ, എത്ര ദിവസം എന്നുള്ള രീതിയിലാണ് പുറത്തും ഇവിടെ ആയിട്ട് നിൽക്കുന്നത്? ഞാൻ കൂടുതലും ഇപ്പൊ ദുബായിലാണ്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ കൂടുതൽ സമയം അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഫാമിലി ഇവിടെയാണ്, അപ്പൊ അത് കാരണം ഇടയ്ക്ക് വരും. പിന്നെ ടീം ഇവിടെയാണ്, അപ്പൊ അങ്ങനെ വന്ന് പോകും. പിന്നെ അവിടെ തന്നെയാണ് കൂടുതലും ഇപ്പം യൂറോപ്പ് മാർക്കറ്റിലേക്ക് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ ഇറ്റലിയിൽ നിന്നൊക്കെ നമുക്ക് നല്ല ക്ലയന്റ് ബേസ് ഉണ്ട് ഇപ്പോൾ. അപ്പോ അതുപോലെ UK. ടോട്ടൽ എത്രയുണ്ട് നമ്മുടെ ക്ലയന്റ് ബേസ് പറയാനാണെങ്കിൽ? നമുക്കിപ്പോ എന്റർപ്രൈസ് സെഗ്മെന്റ്, അതായത് ഈ കോർപ്പറേറ്റ് ഇവന്റ് സൈഡിൽ ഇപ്പൊ ജൈടെക്സ് ഒക്കെ പോലെ പറയുകയാണെങ്കിൽ ഒരു 300-ന് മേളില് ക്ലയൻസ് ഉണ്ട്, വിത്ത് ആൻ ആവറേജ് കോൺട്രാക്ട് വാല്യൂ ഓഫ് $4,000 ആൻഡ് അബവ്. അതിൽ വൺ ടൈം ആയിട്ട് വരുന്നവരുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അതിപ്പോഴത്തെ നമ്പർ. ഇനി ഇപ്പൊ US-ലൊക്കെ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളത് ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ നോക്കുന്നില്ല. ഈവൻ ദോ US ഇസ് ദ ലാർജസ്റ്റ് മാർക്കറ്റ്, ഞങ്ങളിപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് കൂടുതലും, മിഡിൽ ഈസ്റ്റ് ആൻഡ് UK, യൂറോപ്പ്, ഇത്രയും മാർക്കറ്റ്സ് ആണ് ആക്റ്റീവ്ലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. പാസീവായിട്ടുള്ള എന്തെങ്കിലും അപ്രോച്ചസ് ആയിരിക്കും ഇപ്പൊ നമ്മൾ US-ൽ എടുക്കുന്നത്. ബിക്കോസ് US-ൽ എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ യു റിക്വയർ എ ലോട്ട് ഓഫ് ഫണ്ടിങ്. അപ്പം അത് അടുത്തൊരു ഫേസിൽ ഇപ്പോൾ ഒരു സീരീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ നന്ദി ശ്രീ അനൂപ് മോഹൻ. താങ്കൾ പറഞ്ഞ പോലെ US-ലും മറ്റു മാർക്കറ്റുകളിലേക്കും പ്രീ മാജിക്കിന് വേഗം കടന്നെത്താൻ സാധിക്കട്ടെ. താങ്ക് യു.